പ്രിയപ്പെട്ടവരെ, വളരെ വേദനാജനകവും നിർഭാഗ്യകരവുമായ അദ്ദേഹത്തിൻ്റെ മരണം റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് ഫീൽഡിലെ വളരെ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ പലരും പല രീതിയിൽ അഭിപ്രായങ്ങൾ പഠിച്ചുവിടുകയാണ്. അദ്ദേഹം സ്വസ്ഥമായി മരിച്ചു, എന്നിട്ടും അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ് ഇക്കൂട്ടർ. അദ്ദേഹം എന്തിനു മരിച്ചു, എങ്ങനെ മരിച്ചു എന്നൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ തികഞ്ഞുകൊണ്ട് അന്വേഷിക്കുന്നത് അതിൻ്റെ മറ്റുള്ള പോലീസും മറ്റുമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തങ്ങളുടെ ചാനലുകളൊക്കെ കുറച്ച് ഈ അവസരത്തിലെങ്കിലും കുറച്ച് റേറ്റിംഗ് ഒക്കെ കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തെ പോലും വിടാതെ പിന്തുടരുകയാണ്. പൊടിപ്പും തൊങ്കലും വെച്ച് ഇല്ലാത്തതും ഉള്ളതുമായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിനാകെ തന്നെ അദ്ദേഹത്തെ വേറെ എന്തൊക്കെയോ രീതിയിലുള്ള ചില ചാർത്തലുകളൊക്കെ നൽകി ഇങ്ങനെ എത്രയോ ദിവസങ്ങളായി ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു മരിച്ചു, എപ്പോഴും മരിച്ചു, എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടേതായ കണക്കുകൂട്ടലൊക്കെ വെച്ചുകൊണ്ട് ഊഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തന്നെ മങ്ങലാക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത്. ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൂടെ എന്നാണ് പറയാനുള്ളത്. ഇദ്ദേഹം മാത്രമല്ല, പലരും തന്നെ ഇങ്ങനെ പല രീതിയിലൊക്കെ മരിക്കുമ്പോൾ തന്നെ അവരുടേതായ കാഴ്ചപ്പാടിലും ഊഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് സംസാരിക്കുന്നത് തന്നെ എത്രയാണ് ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പലപ്പോഴും തന്നെ നല്ല വിവരവും കാര്യങ്ങളൊക്കെ ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ നിർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള അഭിപ്രായപ്പെടുന്നതൊക്കെ അവർ പിന്മാറലാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.